പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ജീവിതത്തിനു വേണ്ടിയുള്ള ആഗ്രഹം വ്യാമോഹമാണ് മക്കളെ. അത് നിങ്ങൾ ഉപേക്ഷിക്കണം. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പൂർണ്ണമായി പരിഹരിക്കപ്പെടണമെന്ന ആഗ്രഹമാണ് മക്കളുടെ പ്രാർത്ഥനയിലെ പ്രധാന വിഷയം. ഇത് അസാധ്യമാണ്, അമിത പ്രതീക്ഷയാണ്, യാഥാർത്ഥ്യമാകാൻ സാധ്യതയില്ലാത്ത അപേക്ഷയാണ് മക്കളെ. എല്ലാ കഷ്ടതകളും ഉടനടി മാറ്റിത്തരാം എന്ന് പറയുന്നവരുടെ പിറകെ മക്കളൊരിക്കലും പോകരുത്. കഷ്ടകാലം ഒഴിവാക്കിത്തരാനും ഭൗതിക സമൃദ്ധി വർദ്ധിപ്പിക്കാനും വേണ്ടി ഉപാസനകളും ആചാരക്രിയകളുമൊക്കെ നിർദ്ദേശിക്കുന്നവരിൽ നിന്ന് അകന്ന് നിൽക്കണം. അൽഫയും ഒമേഗയുമാണ് ദൈവം. ആ ദൈവം നിനക്കുള്ളപ്പോൾ വെറുമൊരു ശ്വാസമായ മനുഷ്യന്റെ പിറകെ ഭാവി എന്തെന്നറിയാൻ മക്കൾ പോകരുത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകളുണ്ടെന്ന് കർത്താവ് പറഞ്ഞത് മക്കൾ വായിച്ചിട്ടില്ലേ? പല മക്കളും അത് കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചിട്ടില്ല. ജീവിത പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള പ്രഷർ ടാക്ടിക്സ് ആത്മീയത നല്ലതല്ല. അതിനുവേണ്ടി സമയവും ധനവും നഷ്ടപ്പെടുത്തരുത്. വഴിതെറ്റിക്കുന്ന വ്യാജ പ്രവാചകരുടെ പിറകെ മക്കൾ പോകരുത്. നിനക്ക് ആവശ്യമുള്ളത് തരാൻ ഞാനുള്ളപ്പോൾ എന്തിനാണ് കുഞ്ഞെ വഴിതെറ്റിയ അന്വേഷണങ്ങൾ? മക്കൾ ചോദിക്കുന്നതിന് മുമ്പ് മക്കളുടെ ആവശ്യം അപ്പനറിയാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടതില്ല. നാളെപ്പറ്റി വ്യാകുലപ്പെടേണ്ടതുമില്ല. പാപം വാഴുന്ന ഈ ലോകത്തിൽ പരിപൂർണതയ്ക്കു വേണ്ടിയുള്ള പരിശ്രമം സമയനഷ്ടവും ക്ലേശവുമാണ്. എൻ്റെ മക്കൾ ഒരിക്കൽ നിത്യതയിലെത്തുമ്പോൾ പരിപൂർണതയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയും. ഇപ്പോഴത്തെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ മക്കൾ എൻ്റെ അടുത്ത് വരണം. എൻ്റെ പരിപൂർണതയിൽ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയും. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ തുടർച്ചയായി കടന്നു വന്നേക്കാം. പക്ഷേ മക്കൾ ഭയപ്പെടേണ്ടതില്ല. ഞാനറിയാതെ, അനുവദിക്കാതെ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. സംഭവിക്കുന്നതൊക്കെ മക്കളുടെ നന്മയ്ക്കായി ഞാൻ രൂപാന്തരപ്പെടുത്തും. പ്രതികൂല സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ എന്നിൽ സന്തോഷിക്കാനും എന്നെ മഹത്വപ്പെടുത്താനും മക്കൾ പഠിക്കണം. പലപ്പോഴും ബലഹീനമായ ജഡം ഇതിന് തടസ്സം നിന്നേക്കാം. നിങ്ങളിലെ ഒരുക്കമുള്ള ആത്മാവിനെ ശക്തമാക്കി പ്രതിസന്ധികളുടെ കൂരിരുട്ടിലൂടെ എൻ്റെ മക്കളെ പ്രത്യാശയുടെ പ്രകാശത്തിലേക്ക് ഞാൻ നയിക്കും. മക്കളിൽ വസിക്കുന്ന എൻ്റെ ആത്മാവ് അതിജീവനത്തിനുള്ള ശക്തി അനുദിനം അനുനിമിഷം തന്നുകൊണ്ടിരിക്കും. പ്രതിസന്ധികളുടെ ചുഴികളിൽ നിസ്സഹായരായി മുങ്ങിത്താഴുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, എൻ്റെ നേരെ കൈ നീട്ടിയാൽ മതി.
നീ വീഴില്ല, വീണാലും നിലം പരിശാകില്ല. നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് സർവശക്തനായ നിന്റെ സ്വന്തം അപ്പന്റെ കരങ്ങളാണ്. പേടിക്കേണ്ട കുഞ്ഞേ, എന്നിലുള്ള നിന്റെ ആശ്രയം സ്വർഗത്തിലേക്കുള്ള സുവർണ പാതയാണ്. ആ പാതയിലൂടെ നീ നടക്കുമ്പോൾ എന്റെ സാന്നിധ്യം മക്കളുടെ കാലിന് വിളക്കും പാതകളിൽ പ്രകാശവുമായിരിക്കും. എന്നെ കൂടാതെ മക്കൾ തിരഞ്ഞെടുക്കുന്ന വഴികളൊക്കെ പ്രതിസന്ധിയും സങ്കീർണതയും നിറഞ്ഞതായിരിക്കും. വഴി തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. എന്നെ കൂടാതെയുള്ള യാത്രയിൽ സംശയത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും പ്രതിസന്ധികൾ മക്കൾക്കുണ്ടാകും. വരൂ, എന്നോടൊപ്പം നടക്കൂ. പ്രതിസന്ധികളിൽ ഞാൻ നിങ്ങൾക്ക് വഴിയൊരുക്കും. ഇപ്പോൾ വഴിതെറ്റിയ പാതയിലാണ് എൻ്റെ മക്കളെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ അവിടെ എത്തും. മക്കളുടെ പാതകളെ നേരെയാക്കും. എൻ്റെ മക്കൾ എൻ്റെ സ്വന്തമാണ്. അവരിലാരും നഷ്ടപ്പെടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ 14-ാം അധ്യായം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. 2 തീമോത്തിയോസ് 4-ാം അധ്യായം. കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് തന്റെ സ്വർഗരാജ്യത്തിലേക്കായി എന്നെ കാത്തുകൊള്ളും. എന്നും എന്നേക്കും അവിടത്തേക്ക് മഹത്വം. ആമേൻ. സദൃശവാക്യം 3-ാം അധ്യായം. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആയിരിക്കട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ഈ തിരുവചനങ്ങളാൽ ദൈവം ഇന്നേ ദിവസം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ, പ്രശോഭിതരാക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.